നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. താമരശ്ശേരിയിൽ 4ാം ക്ലാസ്സുകാരുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരം മൂലമല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വയനാട് തുരങ്കപാതയുടെ അവലോകന യോഗം കിഫ്ബി ആസ്ഥാനത്ത് നടന്നു. അമീബിക് മസ്തിഷ്കജ്വരം ആശങ്ക ഒഴിയുന്നില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിയെ മർദ്ദിച്ച യുവാവ് അറസ്റ്റിൽ. വാർത്തകൾ വിശദമായി. മരണകാരണം അറിയാത്തതിൻ്റെ പേരിൽ ആശുപത്രിയിലെത്തിയ ഡോക്ടറെ ആക്രമിച്ച കേസിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. താമരശ്ശേരി കോരങ്ങാട് LP സ്കൂളിലെ 4ാം ക്ലാസ്സുകാരി അനയയുടെ മരണകാരണം അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചല്ലെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. ഇൻഫ്ലുവൻസ എ അണുബാധ മൂലമുള്ള വൈറൽ ന്യൂമോണിയയുടെ സങ്കീർണതകൾ മൂലമാണ് മരണം സംഭവിച്ചതെന്നാണ് റിപ്പോർട്ടിൽ. മകളുടെ മരണകാരണം അറിയണമെന്നാവശ്യപ്പെട്ടായിരുന്നു പിതാവ് സനൂപ് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടറെ ആക്രമിച്ചത്. ഇദ്ദേഹത്തെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ അവലോകന യോഗം കിഫ്ബി ആസ്ഥാനത്ത് ചേർന്നു. റവന്യൂ, വനം, ജിയോളജി, തൊഴിൽ, വൈദ്യുതി, മലിനീകരണ നിയന്ത്രണ ബോർഡ്, പൊതുമരാമത്ത് വകുപ്പ്, നിർവഹണ ഏജൻസി KRCL, കരാർ കമ്പനി ദിലീപ് ബിൽകോൺ എന്നിവരും കോഴിക്കോട്, വയനാട് കളക്ടർമാർ, CCF, PWD CE, തിരുവമ്പാടി MLA എന്നിവരുമായി യോഗത്തിൽ സംബന്ധിച്ചത്. വകുപ്പുകളുടെ വിവിധ അനുമതികളും ഏകോപനവും സംബന്ധിച്ച ചർച്ചകളാണ് യോഗത്തിൽ പ്രധാനമായും നടന്നത്. കാലതാമസമില്ലാതെ അനുമതികൾ ലഭ്യമാക്കാനും പ്രവൃത്തികൾ വേഗത്തിലാക്കാനും യോഗം തീരുമാനിച്ചു. കിഫ്ബി CEO ഡോക്ടർ അബ്രഹാം IASന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച 3 മാസം പ്രായമായ ശിശുവിനും 15-കാരിക്കും അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു. മലപ്പുറം സ്വദേശികളാണ്. 2 കുട്ടികളുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. 2 ദിവസം മുമ്പ് ബാക്ടീരിയൽ മെനിഞ്ചൈറ്റിസുമായി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ച 3 മാസം പ്രായമായ ശിശുവിന് ബുധനാഴ്ച മൈക്രോബയോളജി ലാബിൽ നടത്തിയ സാമ്പിൾ പരിശോധനയിൽ അമീബിക് മസ്തിഷ്കജ്വരം കൂടി കണ്ടെത്തുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സയിലുള്ള 15 വയസ്സുകാരിക്ക് ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്യൂരിറ്റി ജീവനക്കാരിയെ യുവാവ് മർദ്ദിച്ചതായി പരാതി. സെക്യൂരിറ്റി ജീവനക്കാരിയായ തുഷാരയ്ക്കാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് സാലിഹ് അബ്ദുള്ളയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുഹമ്മദ് സാലിഹ് തുഷാരയെ മർദ്ദിച്ചത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ കാണാനെത്തിയതായിരുന്നു മുഹമ്മദ് സാലിഹ്. 6ാം വാർഡിൽ കഴിയുന്ന ബന്ധുവിനെ കാണാൻ മുഹമ്മദ് സാലിഹിന് സുരക്ഷാ ജീവനക്കാരിയായ തുഷാര പ്രവേശനാനുമതി നിഷേധിക്കുകയായിരുന്നു. തൻ്റെ പക്കൽ പാസുണ്ടെന്ന് മുഹമ്മദ് സാലിഹ് പറഞ്ഞെങ്കിലും പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് തുഷാര ആവർത്തിച്ചതാണ് പ്രതിയെ പ്രകോപിപ്പിച്ചത്. ഇരുവരും തമ്മിലുണ്ടായ വാക്കുതർക്കത്തിനിടയിൽ മുഹമ്മദ് സാലിഹ് തുഷാരയെ മർദ്ദിച്ചെന്നാണ് ആരോപണം. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.